ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കരാർ വ്യവസ്ഥ ഒപ്പിടാൻ സാധിച്ചില്ല. പകരം ഒരു ധാരണാപത്രം മാത്രം രൂപപ്പെട്ടു എന്ന തരത്തിലാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. കരാർ വ്യവസ്ഥയിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു ഏകോപനവും രൂപീകരണവും ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അത്തരമൊരു കാര്യം നിലനിൽക്കുന്ന സമയത്ത് ഇതൊരു വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാറായിരിക്കില്ല എന്നതിനാൽ ഒപ്പിടാൻ ഇറാൻ താല്പര്യമില്ല എന്ന കാര്യം അറിയിച്ചു. അങ്ങനെ ഏറെക്കുറെ ധാരണ ഉണ്ടായതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ആ ധാരണ പ്രകാരം ഇന്നത്തെ ദിവസം 4 മണിക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയകാര്യങ്ങൾക്ക് തീരുമാനമാകും. അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ളതും ആ വ്യവസ്ഥ, അതായത് ധാരണാപത്രത്തിലെ വ്യവസ്ഥ ഇന്നത്തെ ദിവസം 4 മണിക്ക് രൂപത്തിൽ വരും എന്നുള്ളതുമാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണുന്നത്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: യുദ്ധം അവസാനിപ്പിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും പൂർണ്ണത വരുത്തുക, മേഖലയിൽ സംഘർഷം കുറയ്ക്കുക, സൈനിക നടപടി നിർത്തുക, പരസ്പരം ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക, 60 ദിവസത്തിനിടെ അന്തിമ കരാറിൽ എത്തുക എന്നുള്ളതാണ്. അവിടെയാണ് കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശം വരുന്നത്. അങ്ങനെയാണ് ഇറാനെതിരെയുള്ള ഉപരോധം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഏകദേശം ധാരണയായിട്ടുണ്ട്. ഈ ഉപരോധം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓർമുസ് കടൽ ഇതിനോടനുബന്ധിച്ച് തന്നെ തുറക്കാൻ വേണ്ടി തീരുമാനിച്ചു. അഥവാ ഉപരോധം പിൻവലിച്ചാൽ കടൽ തുറക്കും എന്ന് ഇറാൻ പറഞ്ഞതാണ്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇറാൻ്റെ ആണവ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ ഇങ്ങനെ കാണുന്നു: അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും ചർച്ച പുനരാരംഭിക്കുകയും ചെയ്യും. മുൻപ് നിർത്തിവെച്ച് പുനരാരംഭിക്കും. IAEA ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ഇറാൻ സന്ദർശനം നടത്തിയത് എങ്ങനെയാണോ, പരിശോധന നടത്തിയത് എങ്ങനെയാണോ, തത്തുല്യമായ രീതിയിൽ പരിശോധന നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് പറ്റുമോ എന്നുള്ള പരാമർശം തന്നെ അവിടെ വന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ഇറാനെ ആക്രമിച്ച സമയത്ത് അത് ശക്തമായിരിക്കുന്ന ബോംബാക്രമണമാണ് ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയത്. ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ആ മേഖല തകർക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിന് ചോർച്ച സംഭവിച്ചാൽ, സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊരു ചോർച്ച സംഭവിക്കുകയാണെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രയും വലിയ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടും അന്നത്തെ സമയത്ത് IAEAയുടെ ഉദ്യോഗസ്ഥന്മാർ ഇറാനിൽ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഈ ആക്രമണം നടക്കുന്നത്. അവർ പ്രതികരിക്കുകയോ പ്രതിരോധിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. തെറ്റായിരിക്കുന്ന പ്രവർത്തനമാണ്, നിങ്ങളത് നടത്തരുത് എന്ന് പോലും ഇസ്രായേലിനോടോ അമേരിക്കയോടോ ഉപദേശിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ള വലിയൊരു പരാതി അന്ന് തന്നെ ഇറാൻ മുന്നോട്ട് വെക്കുകയും അതോടനുബന്ധിച്ച് തന്നെ രാജ്യത്തിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തു. നിങ്ങളുടെ സർവീസ് ഇവിടെ ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമേരിക്കയുടെ ഏജൻറ്റുമാരാണ്. UN ഏജൻറ്റ് എന്നല്ല പരാമർശം. അമേരിക്കയുടെ ഏജൻറ്റുമാരാണ്. അവർക്ക് വേണ്ടി ദാസപ്പണി എടുക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. തങ്ങളുടെ രാജ്യത്തെ രഹസ്യം ചോർത്തി കൊടുക്കുകയാണ്. അതല്ലാത്ത രീതിയിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആണവ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദുരന്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ അത് ഒരു ഗവൺമെൻറ് നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. അപ്പോൾ മരണസംഖ്യ ഏറെക്കുറെ പറയുന്ന സമയത്ത് ഒരു ദേശത്ത് ഒരു ആണവ സ്ഫോടനം നടത്തിയാൽ എങ്ങനെയാവോ സമാന രീതിയിൽ തന്നെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത്രയും ഒരു ദുരന്തം തങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് പോലും, അല്ലെങ്കിൽ അത് സമാനമായിരിക്കുന്ന പ്രവൃത്തികൾ അമേരിക്ക നടത്തിയിട്ട് പോലും IAEA യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ പരാതി പ്രകാരമാണ് അവർ ഒഴിവാക്കിയത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പൂർണ്ണമായിരിക്കുന്ന സഹകരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വാങ്ങിയതിന് ശേഷം മധ്യസ്ഥർ എന്ത് ചെയ്യും? അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തും. അത് അവരുടെ കൈവശമുള്ള സമ്പുഷ്ട യുറേനിയം കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് അമേരിക്കക്ക് നൽകില്ലെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് നൽകുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് ട്രംപ് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അങ്ങനെയാണെങ്കിൽ അത് റഷ്യയുടെ കൈവശത്തിലേക്ക് കൈമാറാൻ സാധ്യതയുണ്ട്. ഇതിന് മുൻപ് അങ്ങനെ 2016 കാലഘട്ടത്തിൽ ഇതേ ട്രംപ് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു, 5ഓളം രാജ്യങ്ങൾ സംയുക്തമായി ചേർത്തുകൊണ്ട്. ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇറാൻ തങ്ങളുടെ സമ്പുഷ്ട യുറേനിയം റഷ്യക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ റഷ്യക്ക് കൈമാറിയതിന് ശേഷം പിന്നീട് ട്രംപ് പൊടുന്നനെ എന്ത് ചെയ്തു? ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറി. പിന്മാറിയതോട് കൂടിയിട്ട് പിന്നെ ഇറാൻ റഷ്യയോട് തങ്ങളുടെ സമ്പുഷ്ട യുറേനിയം ആവശ്യപ്പെട്ടു. റഷ്യ തിരിച്ചു കൊടുക്കുകയും ചെയ്തു.
പിന്നീട് അതിൽ ഡെവലപ്പ് ഉണ്ടായി. അതാണ് 30% 60% ആക്കാൻ വേണ്ടി സാധിച്ചത് ഈ ഇടവേളയ്ക്കാണ്. ഇനി അത് 90% ആക്കാൻ കുറഞ്ഞത് 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാത്രമേ വേണ്ടി വരൂ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആക്കിയിട്ടുണ്ടോ എന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ വിഷയത്തിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയാൽ ഉടക്ക് വെച്ചതും അമേരിക്ക തന്നെയാണ്. അപ്പോൾ ഇനി രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ചർച്ച ഈ കരാർ വ്യവസ്ഥ ഉണ്ടാവണം എന്ന് പറഞ്ഞതും അമേരിക്ക തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഉടക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് രൂപപ്പെടുത്തുന്നു. ആ തരത്തിലേക്കാണ് കാര്യം പോകുന്നത്. എന്നാലും ഏറെക്കുറെ ഒരു ധാരണ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്കയിൽ വലിയ രീതിയിൽ പെട്രോളിയത്തിന് വില വർദ്ധിച്ചതുകൊണ്ട് ജനങ്ങൾ തെരുവിലാണ്, ജനങ്ങൾ പ്രതിഷേധിക്കൽ തുടങ്ങി. ഈ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട ഈ എണ്ണ ഒരുപാട് ഈ അമേരിക്കയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം എന്ന് പറയുന്നത് വെനിസുലയിലെ പെട്രോളിയം പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ചെലവ് കൂടുതലാണ്. ആ ചെലവ് വെക്കുന്ന സമയത്ത് വലിയ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയിൽ പെട്രോളിയത്തിന് വില കൂടുതൽ. അമേരിക്ക പെട്രോളിയത്തിന് വല്ലാത്ത രീതിയിൽ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യം എന്താണ്? ഹോർമുസ് അടച്ചതാണ്. അപ്പോൾ ഹോർമുസ് തുറക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? ഏറ്റവും വലിയ ആവശ്യം അമേരിക്കയുടേതാണ്. അവരെ ബാധിച്ചു അത് സാരമായിട്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഈ മറ്റേതൊരു തരത്തിലും ഈ പ്രശ്ന പരിഹാരത്തിന്, പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്ന പരിഹാരത്തിന് ഇനി വെനിസുല ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും അവർക്ക് നടക്കുന്നില്ല എന്നുള്ളതിന് ചുരുക്കം. അമേരിക്ക തന്നെ ഏറ്റവും കൂടുതൽ പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ പെട്ടതാണ്. പക്ഷേ അവിടെയും നിർമ്മിക്കുന്ന പെട്രോളിയത്തിന് വലിയ രീതിയിൽ സാമ്പത്തികം അധികം വേണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇറാനിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഫ്ലെയർ ആയിരിക്കുന്ന പെട്രോളാണ്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വില കുറവാണ്. ഏകദേശം $1 കണക്കിന് ഒരു ബാരൽ എണ്ണ അവിടുന്ന് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നീട് യാത്രാ ചെലവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്താണ് അത് $8, $9 അങ്ങനെ ആ റേഞ്ചിൽ വരുന്നത്. അതേ സമയത്ത് വെനിസുലയിലാണെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ ഇത് ഉൽപ്പാദിക്കും. വെനിസുലയിൽ ഏകദേശം $8 വരുമെന്നാണ്. ഈ ഏകദേശം $6 അടുത്ത് അമേരിക്കയിലും വരും. അപ്പോൾ ഏറ്റവും കുറവ് ചെലവ് വരുന്നത് ഇറാൻ്റെ പെട്രോളാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഏറ്റവും ഫ്ലോറായിട്ടിരിക്കുന്ന ഈ പെട്രോളും ഇറാൻ്റെതാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ കരാർ വ്യവസ്ഥയുടെ രീതി ഇങ്ങനെയാണെങ്കിലും ഇവിടെ ഒരു വലിയ പ്രശ്നം വരുന്നത് ഇസ്രായേൽ ഇതിന് ഉടക്ക് വെച്ചിരിക്കുന്ന രീതിയിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാത്തൊരു കരാറാണ്. ഞങ്ങൾക്ക് ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും അഭിപ്രായങ്ങൾ പറയാനില്ല. അമേരിക്ക മറ്റൊരു രാജ്യമാണ്. തങ്ങളുടെ എല്ലാ വിഷയത്തിലും ഇടപെടാൻ വേണ്ടി അവർക്ക് അധികാരമില്ല. ഈ തരത്തിൽ അമേരിക്കയും ഇസ്രായേലും ഉടക്കിയിരിക്കുന്ന സ്ഥിതിയാണ്. എന്നാൽ ഇസ്രായേലുമായിട്ട് വല്ലാത്ത രീതിയിൽ അമേരിക്ക ഉടക്കുന്ന ഒരു സ്ഥിതി ശേഷം വന്നാൽ അത് സാരമായിട്ട് ഇസ്രായേലിനെ തന്നെ ബാധിക്കും. അവരുമായിട്ടുള്ള ബന്ധത്തിന് വലച്ചിൽ വന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നതിനെ തന്നെ സാരമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് JD വാൻസൺ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും സഹായിക്കുന്നതും അമേരിക്കയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അയാളുമായിട്ട് നിങ്ങൾ ഉടക്കുന്ന സ്ഥിതിയിലോ അയാളെ എതിർക്കുന്ന രീതിയിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ലോക ഭൂപടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു. കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പിന്തുണക്കുന്ന ഒരേ രാജ്യം അമേരിക്ക മാത്രമേ ഉള്ളൂ എന്നതിനാൽ. അപ്പോൾ എന്താണ് ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അവർ ഉദ്ദേശ കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വിശാലമാക്കപ്പെട്ട ഒരു ഇസ്രായേൽ സാമ്രാജ്യം കണക്കെ ആ രാജ്യത്തെ വിപുലപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് ലെബനാൻ കീഴടങ്ങുന്നില്ലെങ്കിൽ, ലെബനാനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ, ലെബനാനിൽ നിന്ന് ഇസ്രായേൽ നേരെ നിരന്തരം ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോകും. ആ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ നിയലിച്ച് നിൽക്കുന്നുണ്ട് ഇസ്രായേലിൽ എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ലോക രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ഒറ്റപ്പെട്ടു പോവുകയും മിഡിൽ ഈസ്റ്റിൽ അവരുടെ സ്വാധീനം കുറയുകയും മറ്റു ലോക രാജ്യങ്ങൾ അവരിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി താല്പര്യം കാണിക്കാതിരിക്കുകയും ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല അവരുടെ ഉൽപ്പന്നങ്ങളും വിപണിയിൽ വിറ്റഴിക്കാൻ, പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ്. മെയ്ഡ് ഇൻ USA എന്ന് എഴുതിയിരിക്കുന്ന പ്രൊഡക്റ്റുകൾ പലതും ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ ബഹിഷ്കരിച്ച തരത്തിലാണ്. അതൊരു ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനമൊന്നുമല്ല. പക്ഷേ സംഭവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാനസികപരമായിരിക്കുന്ന ഒരു സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളും സ്ഥിതികളും പോകുന്നത് എന്നുകൂടി കൂട്ടി വായിക്കാൻ പറ്റും. ഏതായിരുന്നാലും കരാറല്ല, ധാരണാപത്രമാണ്. ധാരണാപത്രത്തിൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയിട്ടായിരിക്കും അതൊരു കരാറിലേക്ക് എത്തുക എന്നുകൂടി നമ്മൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.